എന്റെ മേഘനേച്ചിക്ക് മിഥുനേട്ടനോട് ഒത്തിരി ഇഷ്ടം, അറിയോ? എന്റെ മേഘനേച്ചി മിഥുനേട്ടന് ഇഷ്ടമില്ലാത്ത ഒന്നും ചെയ്യൂല. ഇതിലിപ്പോ ചേച്ചി തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ. അത് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയുകയും ചെയ്യാം. ഇവിടെ എത്ര വലിയ വലിയ ആൾക്കാരെ വന്നെന്ന് കണ്ടല്ലോ. കണ്ടായിരുന്നു അങ്കിൾ. അപ്പോ അവരുടെ മുമ്പിൽ നിൽക്കുമ്പോ ചേച്ചി നന്നായിരിക്കണ്ട മോനെ. അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും ചേച്ചിയുടെ നന്മയ്ക്ക് വേണ്ടിയാണ് അങ്ങനെയൊക്കെ പറഞ്ഞത്. ദാറ്റ്സ് ഓൾ. ഇനി ഒരിക്കലും മേഘനേച്ചി തെറ്റ് ചെയ്യില്ല അങ്കിൾ. പ്രോമിസ്. എന്റെ ചേച്ചിയെ വിഷമിപ്പിക്കില്ലേ അങ്കിൾ, പ്ലീസ്. പ്ലീസ്. ഇല്ല നിതിൻ, ഒരിക്കലും അങ്ങനെ ഉണ്ടാവില്ല മോനെ. മോളെ മേഘനെ, നീ വന്നൊന്ന് ഇതിനെ ആശ്വസിപ്പിക്കേ. നിതിൻ, മിഥുനേട്ടനായാലും മിഥുനേട്ടന്റെ അമ്മയായാലും അച്ഛനായാലും ഇവിടെ എല്ലാവരും ഒത്തിരി നല്ലവരാ മോനെ. എന്നെ ഒരു കുറവുമില്ലാതെ നോക്കുന്ന മോന്റെയും ചാരുന്റെയും എല്ലാ കാര്യങ്ങളും അവര് നോക്കിക്കോളാന്ന് പറഞ്ഞിട്ടുണ്ട്. കരയരുതേ. നല്ല നേരത്തെ നീ ഓർമ്മിപ്പിച്ചത്. നിന്റെ കല്യാണത്തിന് മുമ്പ് വാക്ക് തന്നല്ലേ ചാരുവിന്റെ നിതിന്റെ ബാധ്യത ഇനി എനിക്കാണെന്ന്. ഇനി അങ്ങോട്ട് നിതിനും ചാരുമതിയും ഇവിടെ ഈ വീട്ടിൽ നിന്നോടൊപ്പം തന്നെ താമസിക്കട്ടെ. അവരുടെ എല്ലാ ആവശ്യങ്ങളും ഈ അച്ഛൻ നോക്കിക്കോളാം. എന്റെ തമ്പുരാനെ, ഇയാൾക്കിത് എന്തിന്റെ കേടാ? പിള്ളേരോട് എന്തിനാ ഇവിടെ നിൽക്കാൻ പറയുന്നേ? ഇവരിവിടെ നിന്ന് കഴിഞ്ഞാ ആ ശേഖരൻ കിളവന്റെ കയ്യിൽ നിന്ന് എനിക്കൊരു നയാ പൈസ കിട്ടാൻ പോകുന്നില്ല. അയ്യോ, ചേട്ടൻ എന്താ അങ്ങനെ പറഞ്ഞേ? കുട്ടികൾ എന്തിനാ ഇവിടെ നിൽക്കുന്നേ? ഞങ്ങളെല്ലാവരും അവിടെ ഉണ്ടല്ലോ. അതുകൊണ്ടല്ല, അവർക്ക് മേഘനയെ വിട്ട് മാറി നിൽക്കുന്നതിന്റെ വിഷമമുണ്ടല്ലോ എന്ന് കരുതിയാ. അതൊക്കെ സ്നേഹക്കൂടുതലോണ്ട് പറയാ. എന്നാലും ഞങ്ങളുടെ കുട്ടികളെ ഇവിടെ നിർത്തുന്നത് ശരിയല്ലല്ലോ. ഇപ്പൊ തന്നെ മേഘനെ ഇങ്ങോട്ട് പറഞ്ഞയക്കാൻ പറ്റിയത് ഞങ്ങളുടെ ഏറ്റവും വലിയ ഭാഗ്യമായിട്ടാ കാണുന്നത്. അതിനിടയ്ക്ക് ഈ കുട്ടികളുടെ ഭാരവും കൂടെ നിങ്ങളുടെ തലയിൽ എന്തിനാ? ഇവരെ നോക്കാനല്ലേ ഞങ്ങളുള്ളത്. ജയദേവേട്ട, എന്നാ പിന്നെ ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങാം. ആയിക്കോട്ടെ, പോയിട്ട് വരട്ടെ. ഷാലു, നമുക്ക് പോവാം. വാ വാ മോനെ. നടക്ക് മോളെ, നടക്ക്. ചേച്ചി,
നിതിൻ, മോളെ മേഘന, ഞങ്ങൾ പോയിട്ട് വരട്ടെ. ചെറിച്ച ഇതിനെ ചാരുനെ നോക്കിക്കോണേ ചെറിച്ച. ഞാൻ ഉള്ളിടത്തോളം കാലം ഇവരുടെ കാര്യത്തിൽ നീ വിഷമിക്കണ്ട കേട്ടോ. മോനെ നിതിൻ, നമുക്ക് പോവാം. ചാരു, വാ മോളെ, വാ, നടക്ക. എന്റെ മേഘനേച്ചിക്ക് മിഥുനേട്ടനോട് ഒത്തിരി ഇഷ്ടം അറിയോ? എന്റെ മേഘനേച്ചി മിഥുനേട്ടന് ഇഷ്ടമില്ലാത്ത ഒന്നും ചെയ്യൂല. മിഥുനേട്ടനായാലും മിഥുനേട്ടന്റെ അമ്മയായാലും അച്ഛനായാലും ഇവിടെ എല്ലാവരും ഒത്തിരി നല്ലവരാ മോനെ. എന്നെ ഒരു കുറവുമില്ലാതെ നോക്കുന്ന. ഓരോ ദിവസവും ഒരു വലിയ കടമ്പ കിടക്കുന്ന പോലെയാ. ഇനിയിപ്പോ ഈ രാത്രി ഇവളോടൊപ്പം എങ്ങനെയാണോ ഈ റൂമിൽ ചെലവഴിക്കുക? ആലോചിച്ചിട്ടൊരു എത്തും പിടിയും കിട്ടുന്നില്ല. മിഥുനേട്ടാ, സോറി മേഘന. എന്തിനാ സോറിയൊക്കെ? അല്ല, താഴെ ഫംഗ്ഷനിൽ വെച്ച് ഞാൻ മാമന് സപ്പോർട്ടായിട്ട് സംസാരിച്ചില്ലേ? അയ്യോ, അതൊന്നും കാര്യാക്കണ്ട. മിഥുനേട്ടൻ പറഞ്ഞതിൽ യാതൊരു തെറ്റുമില്ല. ആരെന്ത് പറഞ്ഞാലും തെറ്റെൻ്റേത് തന്നെയാണല്ലോ. ഞാനല്ലായിരുന്നോ കുറച്ചുകൂടിയൊക്കെ ശ്രദ്ധിക്കേണ്ടിയിരുന്നത്? കുറച്ചുകൂടി എന്ന് പറഞ്ഞാൽ ശരിയാവില്ല. ഇനി അങ്ങോട്ട് നന്നായിട്ട് ശ്രദ്ധിക്കണം. ഞങ്ങളുടെ ഫാമിലിയിൽ ഒത്തിരി റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. അതൊക്കെ സമയാസമയത്ത് മനസ്സിലാക്കിക്കൊണ്ട് പഠിക്കാൻ ശ്രമിക്കണം. അതെന്താ ഞങ്ങളുടെ കുടുംബം എന്ന് പറഞ്ഞ്? ഇപ്പൊ ഇത് എന്റെയും കൂടി കുടുംബമല്ലേ? നമ്മുടെ കുടുംബം. ഇവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പാലിക്കപ്പെടേണ്ടത് തന്നെയാ. അതിലൊന്നും ഞാൻ യാതൊരു തെറ്റും കാണുന്നുമില്ല. അതൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ടേട്ടാ. ഇനി ഇവിടുന്ന് അങ്ങോട്ട് എന്റെ ഭാഗത്തു നിന്നും യാതൊരു തെറ്റും ഉണ്ടാവാതെ ഞാൻ സൂക്ഷിച്ചോളാം. ആരെയും ബുദ്ധിമുട്ടിക്കാതെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം. മേഘനെ, നിനക്കെന്തോ വല്ലാത്ത ക്ഷീണമുണ്ടെന്ന് തോന്നുന്നു. ക്ഷീണമായിട്ടാ? അങ്ങനെയൊന്നും ഇല്ലല്ലോ. നോ നോ, നീ വല്ലാതെ ഇങ്ങനെ ഡള്ളായിരിക്കുന്ന പോലെ ഉണ്ട്. വേണമെങ്കിൽ നീ കിടന്നുറങ്ങിക്കോ. അയ്യോ, സത്യമായിട്ടും പറയാം, എനിക്കങ്ങനെ ക്ഷീണമായിട്ടൊന്നുമില്ല.
ഇനിയൊരു പക്ഷെ ക്ഷീണം ഉണ്ടെങ്കിൽ തന്നെ മിഥുനേട്ടൻ എൻ്റെ അടുത്തുണ്ടെങ്കിൽ അതെല്ലാം പറന്നു പോവും. മേഘനെ, നിനക്കറിയാഞ്ഞിട്ടായിരിക്കും നിന്റെ മുഖത്ത് വല്ലാത്ത ക്ഷീണം ഫീൽ ചെയ്യുന്നുണ്ട്. അങ്ങനെയൊന്നുമില്ല. നമ്മുടെ മോമിന് ഇതുപോലെ ഡള്ളായിട്ടിരിക്കുന്ന ഒട്ടും ഇഷ്ടമല്ല. അതുകൊണ്ട് വേഗം കിടന്നുറങ്ങിക്കോ. അയ്യോ മിഥുനേട്ടൻ, മേഘനെ, നീ വേഗം കിടന്നേ. കിടക്ക്. ഞാനല്ലേ പറയുന്നേ, നന്നായിട്ട് റെസ്റ്റ് എടുക്ക. വേഗം കിടക്ക്. എനിക്കൊരു ഇമ്പോർട്ടന്റ് കോൾ അറ്റൻഡ് ചെയ്യാനുണ്ട്. ഞാൻ വേഗം വന്നോളാം. നീ ഉറങ്ങിക്കോ. മിഥുനേട്ടാ നിക്കും. മിഥുനേട്ടാ, എന്താ മിഥുനേട്ടന് പറ്റിയത്? കല്യാണം കഴിഞ്ഞപ്പോ തൊട്ട് ഇങ്ങനെയാ. ചോദിക്കാന്ന് വെച്ച എന്ത് കരുതാവോ? പക്ഷെ ചോദിക്കാതിരുന്ന ഏട്ടന്റെ മനസ്സിൽ എന്താന്ന് എങ്ങനെ മനസ്സിലാക്കും? ബേബി, 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 എന്തേ കാണിക്കുന്നേ? അങ്ങാടി തോറ്റേന് അമ്മയുടെ മേക്കിട്ട് കയറാൻ വരുന്ന എന്തിനാടി? പിന്നല്ലാതെ ഞാൻ എന്ത് ചെയ്യണം? സന്തോഷിക്കണോ? എന്റെ നെഞ്ച് കത്തുന്നൊന്നും മമ്മി കാണുന്നില്ലേ? ഇപ്പൊ എന്ത് കത്തിയിട്ടും എന്താ പ്രയോജനം? എല്ലാം കഴിഞ്ഞു പോയില്ലേ? നീ ഒന്ന് ഇങ്ങനെ പറയുന്നു. സത്യത്തിൽ അവിടെ എന്താ നടന്നെന്ന് മമ്മിക്ക് അറിയില്ല. അതെന്താന്ന് ഞാൻ പറയാം. അവിടെ നീ കാണിച്ച തോന്നിയാസത്തിന് മേഘന നിന്റെ കരണക്കുറ്റി അടിച്ചു പൊളിച്ചു. അതല്ലേ സംഭവിച്ചേ? ആ വേണ്ടാധീനത്തിന് അവൾ അത്രേ ചെയ്തുള്ളൂ എന്ന് കരുതിക്കോ. അത് ഡാഡിക്ക് എങ്ങനെ മനസ്സിലായി? എനിക്ക് മാത്രമല്ല, നിന്റെ അമ്മയ്ക്കും അതറിയാം. നിന്നെ മേഘന അടിക്കുമ്പോ ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. ഒരടിയോടെ മേഘന നിന്നെ വെറുതെ വിട്ടല്ലോ എന്നോർത്ത് സമാധാനിക്ക്. വേറെ വല്ലവരുമാണ് കൊന്നു കളഞ്ഞത്. എന്താടി, എന്തിനാ എന്നോട് ദേഷ്യപ്പെടുന്നത്? ആരെങ്കിലും ചെയ്യുന്ന കാര്യമാണോ ഇത്? നിശ്ചയിച്ചത് മേഘനയ്ക്ക്. എന്നിട്ട് അവളുടെ സ്ഥാനത്ത് പന്തലിൽ കയറി ഇരുന്നതും പോരാ, എന്ത് ധൈര്യം ഉണ്ടെങ്കിൽ മിഥുനെ കൊണ്ട് താലി കെട്ടിക്കാൻ നോക്കും. എല്ലാവരുടെയും മുമ്പിൽ വെച്ച് അവളെ നാണം കെടുത്തുക, അവളുടെ കല്യാണം മുടക്കാൻ നോക്കുക. എന്തൊരു തോന്നിയാസമായത്. അതെ ഡാഡി, ഞാൻ സ്നേഹിച്ച വ്യക്തിയെ ഞാൻ കല്യാണം കഴിക്കാൻ ആഗ്രഹിച്ച മിഥുനെ ലോകത്ത് ഒരു പെണ്ണിനും, പ്രത്യേകിച്ച് മേഘനയ്ക്ക് വിട്ടുകൊടുക്കാൻ എനിക്ക് ഒരിക്കലും സാധിക്കില്ല. അടിച്ച് പല്ലു കഴിക്കും ഞാൻ. ഇതിന് വിവരമില്ലായ്മ എന്നാ പറയണ്ട. അത്യാഗ്രഹത്തിന് അതിമോഹത്തിന് അതിരില്ലടി. മേഘനയെ കണ്ട് ഇഷ്ടപ്പെട്ട് അവരായിട്ട് വന്ന് ചോദിച്ച ബന്ധമായത്. അതിനിടയ്ക്ക് നിനക്കവനെ വേണമെന്ന് പറഞ്ഞ നാട്ടുകാരറിഞ്ഞ കാർക്കിച്ച് തുപ്പും. കഴിഞ്ഞതൊക്കെ പോട്ടെന്ന് വെക്കാം. ഇനിയും നീ മേഘനയുടെ പുറകെ നടക്കാന്ന് വെച്ചാ അതിനെന്താന്നാ പറയാ? എന്താ എന്താ നിങ്ങക്ക് പറയാനുള്ളേ? എന്ത് ധൈര്യം ഉണ്ടെങ്കിൽ ആ മേഘന എന്റെ മോളുടെ കരണത്തടിക്കും. അത് കണ്ടപ്പോഴേ അവക്കിട്ട് രണ്ട് കൊടുക്കാൻ തോന്നിയതാ. പക്ഷെ മറ്റുള്ളവർ അറിയല്ലോ എന്നോർത്താ ഞാൻ ഒരു അക്ഷരം മിണ്ടാതെ എല്ലാം കണ്ട് സഹിച്ചു നിന്നത്. അതിന് നിന്നെ പറഞ്ഞാ മതി. നീയാ എല്ലാത്തിനും കാരണം. ചെയ്തത് തോന്നിയാസം. എന്നിട്ട് ആ തോന്നിയാസത്തിന് നീ കൂട്ട്. ഒരമ്മ ചെയ്യുന്ന പണിയാണോടി ഇത്? ഇനിയെങ്കിലും മോക്ക് നല്ലത് പറഞ്ഞു കൊടുക്കാൻ നോക്ക്. കേട്ടില്ലേ മമ്മി? ഡാഡി എന്തൊക്കെയാ പറഞ്ഞിട്ട് പോയത് കേട്ടില്ലേ? ശാലു, അങ്ങേര് പറഞ്ഞൊന്നും നീ കാര്യമാക്കണ്ട. ആ ലവലാതി മേഘന എന്റെ മോളുടെ കരണത്തടിച്ചപ്പോ രണ്ടെണ്ണം കൊടുക്കാൻ തോന്നിയതാ. നീ ജീവിക്കേണ്ട വീടിനകത്ത് അവള് വിലസുന്നു. അത് പോരാഞ്ഞിട്ടാണോ ആ പിശാജ് എന്റെ മോളുടെ നേരെ കൈയോങ്ങിയത്? അവക്കുള്ള പണി ഞാൻ കരുതി വെച്ചിട്ടുണ്ട്. നീ കുറച്ചുകൂടെയൊക്കെ ഒന്ന് അടങ്ങി ഒതുങ്ങി നിൽക്കും മോളെ. വാ, എന്റെ മോളെ ഇവിടെ ഇരുന്നേ. വാ മോളെ.
ഇനി എത്ര നേരം വേണം? ഒന്ന് പെട്ടെന്നാവട്ടെ. ഇപ്പൊ തീർക്കാം സാർ. ആ ജയപ്രസാദ്, മാഡം. വീട് വളരെ നീറ്റ് ആയിരിക്കണം. ഓക്കെ മാഡം. പ്രത്യേകിച്ചും സ്റ്റാഫ്സ് എല്ലാം അലേർട്ട് ആയിരിക്കണം. എടോ ജയപ്രസാദേ, ആ ടൈ ശരിക്കും കേട്ട്. സോറി സാർ. ജയദേവേട്ടനോട് സോറി പറഞ്ഞ അദ്ദേഹം അങ്ങ് ക്ഷമിക്കും. പക്ഷെ വല്യച്ഛൻ അങ്ങനെ ചെയ്യുമെന്ന് കരുതണ്ട. ഞങ്ങളുടെ അപ്പൂപ്പന് എല്ലാ കാര്യത്തിലും ഭയങ്കര സ്ട്രിക്റ്റാ. കൾച്ചറിന്റെ ഫോട്ടോ കോപ്പിയാ. വിവേക് സാറേ, വലിയച്ഛൻ അമേരിക്കയിൽ നിന്നാണോ വരുന്നത്? അല്ല. പെട്ടെന്ന് വാ. നന്ദിനി, എന്തിവിടെ ഒരു ബഹളം? വന്നിട്ട് പറയട്ടെ. ആ മമ്മി, വല്യമ്മ എന്തോ പറയുന്നു, കേക്ക്. എന്തിവർക്കെല്ലാം പറ്റിയത്? ഇവരെല്ലാവരും എന്തിനാ ഇങ്ങനെ അലേർട്ട് ആവുന്നേ? അല്ല, ആരായിരിക്കും ഇങ്ങോട്ട് വരാൻ പോകുന്നേ? വന്നെന്ന് തോന്നുന്നു. വാ. അപ്പൂപ്പൻ വന്നല്ലോ. അച്ഛാ, How are you, baby? ഞാൻ സുഖമായിരിക്കുന്നു അച്ഛാ. അച്ഛനെന്താ വിശേഷം? എല്ലാം നന്നായി പോകുന്നു. ഐ എം വെരി ഹാപ്പി. നമസ്കാരം സാർ. നമസ്കാരം. ആ ജയദേവൻ, ഗെറ്റപ്പ്. എന്തായി കാണിക്കുന്നേ? നിനക്കറിയാലോ, നിന്റെ സ്ഥാനം അവിടെയല്ല, ദാ ഇവിടെയാ. അതിനെന്നും നന്ദിയുണ്ടാവും. 25 വർഷം കഴിഞ്ഞിടോ എന്റെ അഭിമാനവും ജീവന്റെ ജീവനുമായ ഈ ഭാഗ്യദേവതയെ നിന്നെ ഏൽപ്പിച്ചിട്ട്. ഈ ഒരു നിമിഷം വരെ നീ അതിനെ അനർഘമായാണ് സൂക്ഷിക്കുന്നത്. ഐ എം വെരി പ്രൗഡ് ഓഫ് യു, മാൻ. താങ്ക് യു സാർ. ഇനി എന്താടോ സാറ്, അച്ഛന്ന് വിളിച്ചൂടെ? അത് സാറിന്റെ വലിയ മനസ്സുകൊണ്ട് പറയുന്ന. ഒരു ഭക്തനെന്നും ഭഗവാന്റെ ദർശന സൗഭാഗ്യം തന്നെ അമൂല്യമായതാണ് സർ. എന്നിട്ടും അങ്ങേ ഭക്തൻ എന്നേക്കുമായി അങ്ങയുടെ സന്നിധിയിലല്ലേ സ്ഥാനം നൽകിയിരിക്കുന്നത് സർ. അതെത്ര വലിയ വരമാണ്. അത്ര വലിയ വരദാനം നൽകിയ അങ്ങയെ പൂജിക്കാൻ നിയോഗിക്കപ്പെട്ടവൻ അതൊരിക്കലും വിസ്മരിക്കാൻ പാടില്ല. വാക്ക് കേൾക്കാൻ നല്ല ഭംഗിയുണ്ട്. പക്ഷേ എന്നോടൊരു വാക്ക് പറയാതെ എന്റെ മിഥുൻ മോന്റെ കല്യാണം നീ എന്തിനാ നടത്തി? മിഥുനേട്ടാ, എന്താ മിണ്ടാത്തെ? ഐ എം റിയലി സോറി അച്ഛാ. സോറി ഒന്നും എനിക്ക് വേണ്ട. ടെൽ മീ വൈ. അതൊക്കെ ഞാൻ വഴിയെ പറയാം സർ. ഈ കല്യാണം എന്ന് പറയുന്നതൊക്കെ ഒരു തലയിലെഴുത്താണെന്ന് കേട്ടിട്ടില്ലേ? മിഥുന്റെ ജാതകം നോക്കിയപ്പോ അവന് കല്യാണയോഗം അടുത്തിരുന്നു. പെട്ടെന്ന് മുഹൂർത്തം കിട്ടിയത്. നല്ലൊരു പെൺകുട്ടിയെ കണ്ടപ്പോ മിസ് ചെയ്യാൻ തോന്നിയില്ല. പിന്നെ ഒന്നും ചിന്തിച്ചുമില്ല. ഇറ്റ്സ് ഓക്കെ. ഏയ് മിഥുൻ, കം കം കം. ഹായ് മുത്തച്ഛ. ആ എഴുന്നേക്ക്. നിനക്കെന്നും നിന്റെ അമ്മയുടെ വാക്ക് വേദവാക്കാണെന്നറിയാം. നിന്റെ അമ്മ ഒരു കാര്യം പറഞ്ഞാൽ അത് നിന്റെ അവസാന തീരുമാനമാവും. എന്നാലും ഈ അപ്പൂപ്പനറിയാതെ ഒരു കല്യാണം കഴിക്കുന്ന വിചാരിച്ചില്ല. അത് പിന്നെ അപ്പൂപ്പ ഒന്നങ്ങനെ ആലോചിച്ച് തീരുമാനിക്കാനുള്ള. സാരമില്ല, അതിരിക്കട്ടെ. എവിടെ പുതുമണവാട്ടി? നിന്റെ ഭാര്യാമണി കണ്ടില്ലല്ലോ. നമസ്കാരം അപ്പൂപ്പ. നന്നായിരിക്കട്ടെ. ദീർഘസുമംഗലി ഭവ.
നിന്റെ പേരെന്താ മോളെ? മേഘന. പേര് പോലെ തന്നെ നല്ല പ്രകാരം. പറ്റില്ല മോളെ. എന്നാലും ഈ അപ്പൂപ്പൻ നിനക്കൊന്നും തന്നില്ലല്ലോ എന്നോർത്ത് നാളെ നീ വിഷമിക്കരുത്. ചെറിയൊരു സമ്മാനം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. Come on, man. Take this. മിഥുൻ, ഇപ്പൊ നിന്റെ കൈ കൊണ്ട് തന്നെ നിന്റെ ഭാര്യയുടെ കഴുത്തിലിട്ട് കൊടുക്ക. നിന്നോടാടാ പറഞ്ഞത് ആ മാല അവളുടെ കഴുത്തിലേക്ക് ഇട്ട് കൊടുക്കാൻ. നീ താലി കെട്ടിയത് കാണാനുള്ള ഭാഗ്യം എനിക്കുണ്ടായില്ല. ആഫ്റ്റർ ഓൾ ഈ മാല ഇടുന്നതെങ്കിലും ഞാനൊന്ന് കണ്ട് ആസ്വദിക്കട്ടെ. കഴിഞ്ഞതിന്റെ ക്ഷീണം ഉണ്ടാവില്ലേ? അകത്ത് പോയി റെസ്റ്റ് എടുക്കാം. ബാക്കിയെല്ലാം ശരി, മോളെ. സാവകാശം വാ. സംസാരിക്കാം. കല്യാണം കഴിഞ്ഞെങ്കിലും അതിനെ തുടർന്നുള്ള കാര്യങ്ങളൊക്കെ നടത്തിയായിരുന്നോ? ആ, നാളെയാണ് മേഘനയ്ക്ക് കരിമണിമാല ഇട്ട് കൊടുക്കുന്നത്. കാലത്ത് തന്നെ പൂജാരി വരും. നന്നായി. പഴയ ആചാരങ്ങളൊന്നും വേണ്ടെന്ന് വെക്കരുത്. പിന്നെ തീർച്ചയായും